വ്യക്തിഗത വീട്ടിലേക്കാണ് ഈ യാത്ര. BSന്റെ സ്വന്തം മണ്ണിലേക്ക്, സ്വന്തം വീട്ടിലേക്കാണ് ഈ യാത്ര. ഒരുപാട് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്ത അതേ വീട്ടിൽ പലപ്പോഴും പാർട്ടിയുമായി പരിഭവിച്ചപ്പോഴും പിണങ്ങിയപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹം കയറി ചെന്ന വീട്, തീരുമാനങ്ങൾ എടുത്ത വീട്, അവ അപ്രിയമെന്ന ആളുകൾക്ക് തോന്നിയ തീരുമാനങ്ങൾ ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനുമായി എത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമുക്കൊപ്പം ആഷ്മി താജ് ഇബ്രാഹിം കൂടി ചേർന്നു. വേലിക്കകത്ത് വീട്ടിൽ ഇപ്പോൾ MA ബീബിയും അതുപോലെ G സുധാകരനും ഒക്കെ നേതൃനിര മൊത്തം അവിടെ എത്തിയിട്ടുണ്ട്. VS അച്യുതാനന്ദന് ഒരിക്കൽ കൂടി യാത്രയപ്പ് നൽകുവാനും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അന്തിമോപചാരം അർപ്പിക്കുവാനുമായി പാണക്കാട് നിന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ PK കുഞ്ഞാലിക്കുട്ടിയും എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മതങ്ങൾക്കും സമുദായങ്ങൾക്കും അപ്പുറം മനുഷ്യനെ സ്നേഹിച്ച മഹാനുഭാവനായിരുന്നു VS അച്യുതാനന്ദൻ. സെക്കുലർ ആയിരിക്കുമ്പോൾ തന്നെ എല്ലാ സമുദായങ്ങളുമായും അദ്ദേഹം ആദരവ് പുലർത്തുന്ന ബന്ധമായിരുന്നു അദ്ദേഹം സൂക്ഷിച്ചത്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം അത് സൂക്ഷിച്ചിട്ടുണ്ട്. ആഷ്മി താജ് ഇബ്രാഹിം ചേരുകയാണ്. ആഷ്മി, വിവരങ്ങൾ. അല്പസമയത്തിനകം VSന്റെ വേലിക്കകത്തെ വീട്ടിലേക്ക് അല്പസമയത്തിനും എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. SK ഏതാനും കിലോമീറ്റർ 1-2 കിലോമീറ്റർക്ക് അപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നു വിലാപയാത്ര. അല്പസമയത്തിനും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലൊക്കെ ഇന്ന് പുലർച്ചെ മുതൽ ഇന്നലെ പാതിരാത്രി മുതലൊക്കെ ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തി VS കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ഒരുപാട് മനുഷ്യന്മാർ ഇവിടെ ഇങ്ങനെ വളരെ നീണ്ട ക്യൂ ആയി നിൽക്കുകയാണ്. ഇവിടെ തുടങ്ങിയ ബൈപ്പാസ് മുതൽ ബൈപ്പാസിൽ നിന്ന് അങ്ങോട്ട് വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ നീണ്ടു നിൽക്കുന്ന വലിയ ക്യൂ ആയി മാറുന്നു. ജന്മനാട് VSന്റെ അവസാന യാത്ര വഴി നൽകുന്നു SK. അതിന്റെ വികാര നിർഭരമായ നിമിഷങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങേയറ്റം വൈകാരികമാണ് VSന്റെ പിറന്നാട് VSന് നൽകുന്ന യാത്രാമൊഴി. ഇതിനോടകം തന്നെ പതിനായിരക്കണക്കിന് വലിയ ജനസഞ്ചയത്തിന്റെ കണ്ണും കരളുമായി മാറിയ VS ഇങ്ങോട്ടേക്ക് അവസാന യാത്രയ്ക്ക് എത്തുന്നു എന്ന് പറയുന്നത് അമ്പലപ്പുഴയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഈ മനുഷ്യർക്ക് VSന്റെ ജന്മനാടിന് അതുണ്ടാക്കുന്ന സങ്കടം ചെറുതല്ല. അല്പസമയത്തിന് ഇങ്ങോട്ടേക്ക് എത്താൻ മൂന്നിയുടെ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. മാറണം, അവിടുന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് മാറി നിൽക്കണം എന്ന് കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ കൂടിയും ആ നിർദ്ദേശങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടുമെന്ന കാര്യം അറിയില്ല. കാര്യം ഇവിടെ VSന്റെ രാഷ്ട്രീയ ജീവിതവുമായിട്ടൊക്കെ വലിയ അഭേദ്യമായ ബന്ധമുള്ളൊരു മണ്ണെന്ന് മാത്രമല്ല, ഇവിടെ VSന്റെ സമര പോരാട്ടങ്ങൾക്ക് വലിയ ഊർജ്ജം നൽകിയ ഒരു വീടാണ് ഇത്. കേവലം വേലിക്കകത്തെ വീട് മാത്രമല്ല, പുന്നപ്രവയലാറുമായി പോലും നിൽക്കുന്നവർ ബന്ധമുള്ള രണസ്മരണകൾ ഉറങ്ങുന്നൊരു വീടാണ്. ഇപ്പോഴുള്ള അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ സ്കിന് ഇങ്ങോട്ടേക്ക് വന്നാൽ ഒരു 10 മിനിറ്റ് വീടിനടുത്തവർക്ക് ഭാര്യയ്ക്കും മക്കൾ വളരെ അടുത്ത ബന്ധുക്കൾക്കും കാണാനുള്ള സൗകര്യമാണ്. അതിനുശേഷം പുറത്ത് ഒരൊറ്റ മണിക്കൂർ മാത്രം പൊതുദർശനം മാത്രമേ പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് ഒരു പൊതുദർശന നേതൃത്വം അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങോട്ടേക്ക് അവിടെ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് കൂടുതൽ സൗകര്യം അതിനായി ഉള്ളത് എന്ന് തന്നെയാണ് കൃത്യമായി തന്നെ അവർ പറയുന്നത്. ഇവിടെ വളരെ സ്ഥലപരിമിതിയുള്ള സ്ഥലമാണ്. ആ പരിമിതിക്കുള്ളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അത് ചെറുതാവില്ല. പക്ഷേ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പരമാവധി ആൾക്കാരെ VS കാണിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കും എന്ന് നേതൃത്വം എന്തായാലും പറയുന്നു. റെഡ് വോളണ്ടിയർമാർ ദീർഘനേരമായി നിൽക്കുന്നു. പോലീസ് സംവിധാനങ്ങൾ ഒന്നാകെ ഉണർന്നു നിൽക്കുന്നു. ഏതാനും വളരെ അടുത്താണ്. സാധാരണഗതിയിൽ ഇങ്ങോട്ടേക്ക് 5 മിനിറ്റ് എത്തുന്ന ദൂരമാണ്. അതൊരു പക്ഷേ അത് VS ആയതുകൊണ്ടും VSന്റെ യാത്രയായതുകൊണ്ടും ആ വണ്ടാനത്തു നിന്നും അല്ലെങ്കിൽ വണ്ടാനത്തിന് മുമ്പുമൊക്കെ VSനെ കാത്തു നിന്നവർ ആ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന വലിയ ഗതാഗത കുരുക്കുണ്ട്. അതുണ്ടാക്കുന്ന വലിയ ഒട്ടുമേ വേഗതയില്ലാതാക്കുന്നുണ്ട് വിലാപയാത്ര. അങ്ങനെ വേഗത തീരെ കുറഞ്ഞ വിലാപയാത്രയാണ്. പതിയെ മന്ദമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. അതാണ് ഇവിടെ എത്തിച്ചേരാൻ വൈകുന്നത്. എന്തായാലും നമുക്കറിയാം, നമ്മൾ ഇന്നലെ ദർബാർ ഹാളിന് മുമ്പ് മിനിഞ്ഞാന്ന് വൈകുന്നേരം രാത്രി AKG സെൻട്രൽ മുതൽ കാണുന്നതാണ് ആ വലിയ ജനപ്രവാഹം നമ്മൾ കാണുന്നതാണ്. VSന്റെ നിര്യാണ വാർത്ത അല്ലെങ്കിൽ വിയോഗ വാർത്ത പുറത്തു വന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ AKG സെന്ററിന്റെ മുൻവശം ഒരു ജനസാഗരമാകുന്നത് കണ്ടു. അതിനുശേഷം VSന്റെ മകന്റെ വീട്ടിന് മുന്നിൽ ജനസാഗരം കണ്ടു. ദർബാർ ഹാളിൽ നിന്ന് ഇക്കണ്ട വിലാപയാത്രാ വഴികളിലൊക്കെ
ജനസഹസ്രങ്ങൾ VS കണ്ണേകരളെ VS എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആ സ്നേഹനിർഭരമായ സമരജീവിതം ഓർത്തെടുത്തുകൊണ്ട് അവരങ്ങനെ വികാരനിർഭരായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിലത്തെ യാത്ര VS എന്ന് പറയുന്ന അതുല്യനായ മനുഷ്യൻ, VS എന്ന് പറയുന്ന രാഷ്ട്രീയ മഹാവിസ്മയം, VS എന്ന് പറയുന്ന സമരത്തലപ്പൊക്കം അദ്ദേഹത്തിൻ്റെ ഈ ഭൂമിയിലെ ഭൗതിക സാന്നിധ്യം അവസാനിപ്പിച്ച് മടങ്ങുകയാണ് എന്നത് വേദനയോടെയാണെങ്കിലും കേരളം തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ കേരളം കേൾക്കുന്ന മണിക്കൂറുകളാണ്. അത് അല്പസമയത്തിനകം VS പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. SK പുന്നപ്രയിലെ ഈ വീട്ടിലേക്ക് VS എല്ലാ വർഷവും മുടങ്ങാതെ ഓണത്തിന് ഈ വീട്ടിലേക്ക് മുടങ്ങാതെ എത്തുക എന്ന് പറയുന്ന VSന്റെ പതിവുകൾ ഒന്നാണ്. പുന്നപ്ര വയലാർ സമരവാർഷികത്തിന് വലിയ ചൂടുകാട്ടിലേക്ക് എത്തുക എന്നുള്ളതും VS എന്ത് തിരക്കുണ്ടെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും എവിടെയാണെങ്കിലും അത് മുടക്കാത്ത ഒന്ന് തന്നെയാണ്. 2017 ഇത് എല്ലാവരുടെയും മനസ്സുകളിലേക്ക് അങ്ങനെ വേലിക്കകത്തെ വീട്ടിലത് അവർക്ക് VSന്റെ ബന്ധുജനങ്ങൾക്ക് കാണാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ഇന്നലെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. മകൾ ഡോക്ടർ ആശ, അതുപോലെ മരുമകൾ ഡോക്ടർ രജനി ബാലചന്ദ്രൻ എന്നിവരൊക്കെ തന്നെ വേലിക്കകത്തെ വീട്ടിലിപ്പോഴുണ്ട്. ബന്ധുക്കൾ കാണാൻ വേണ്ടി വളരെ കുറച്ച് സമയമായിരിക്കും വേലിക്കകത്ത് ഉണ്ടാവുക. പുന്നപ്രയിലെ വേലിക്കകത്തെ വീട്ടിലേക്ക് അല്പസമയത്തിനകം ഈ വാഹനം വേഗം എത്തിച്ചേരുകയാണ്. പാണക്കാട് നിന്ന് സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ തന്നെ അവിടെ കാത്തു നിൽക്കുകയാണ്. ഗോവിന്ദമാസ്റ്ററും MA ബേബിയും G സുധാകരനും ഒക്കെ അവിടെ തന്നെയുണ്ട്. മന്ത്രി ഡോക്ടർ R ബിന്ദുവും ഒക്കെ തന്നെ തങ്ങളുടെ പ്രിയങ്കരനായ നേതാവിന് ഒരിക്കൽ കൂടി അന്ത്യയാത്രാമൊഴി ചൊല്ലാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. ഇന്ന് വൈകുന്നേരമാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. കണ്ണൻ പറയുന്നു, എരിയുന്ന നെഞ്ചിലെ ചോരച്ചുവപ്പിൻ്റെ കനലിലെ ചൂടൊഴിഞ്ഞു, കരയാതെ മനമേ പ്രിയ സഖാവ് എന്നും എന്ന ഓർമ്മ തന്നെ ജ്വാലയാകും. ഇങ്ങനെ ഒരുപാട് പ്രേക്ഷകർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ഈ സന്ദേശങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. VSനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല VSനോട് പരാതികൾ പറയാനും ദുഃഖങ്ങൾ പറയാനും പ്രശ്നങ്ങൾ പങ്കിടാനും ഒക്കെ അനേകം ആളുകൾ എത്തിയ ഒരു വീടാണ് വേലിക്കകത്തെ വീട്. അവിടേക്ക് തന്നെ പല ബന്ധുക്കളും അയൽവാസികളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.